ഒരു സ്പെഷ്യൽ വടയാണ്. ചക്കക്കുരു കൊണ്ട് വടയാക്കിയതാട്ടോ. ചെറിയ ചെറിയ വടകളാക്കി എടുത്തതാണ്. ഇത് ഇപ്പോൾ ഇത്രേ ഉണ്ടാക്കാനുണ്ട്. ഇത് ഉണ്ടാക്കുന്നതിന് കഴിച്ചു പോവുകയാണ്. അതുകൊണ്ടാണ് പ്ലേറ്റ് നിറയെ കാണാത്തത്. അതിനു വേണ്ടി ചക്കക്കുരു തോലോട് കൂടിയിട്ട് കുക്കറിലിട്ടിട്ട് 3 വിസിലടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഈ തോല് മാത്രം കളഞ്ഞാൽ മതി കേട്ടോ. ഉപ്പോ ഒന്നും ഇട്ടിട്ടില്ല, വെറുതെ പുഴുങ്ങി. എന്നിട്ട് ഇനി നമുക്കതിൻ്റെ തോല് പൊളിച്ചിട്ട് എടുക്കാം കേട്ടോ. ആ ബ്രൗൺ തോല് നമ്മൾ കളയുന്നില്ല, ആ പ്ലാസ്റ്റിക് പോലെയുള്ള അത് മാത്രം കളഞ്ഞാൽ മതിയേ. എന്നിട്ട് ഇത് നല്ലോണം പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ മിക്സീൻ്റെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തോലൊക്കെ ഇങ്ങനെ പൊളിച്ചിട്ട്, തീരെ വേണ്ട കേട്ടോ, ഒരു കുഞ്ഞു കഷ്ണം പോലും വരരുതേ. അത് എടുത്തിട്ട് നമുക്കിത് നല്ലോണം പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചധികം ചക്കക്കുരു പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനത് ഇതേപോലെ അരച്ചെടുത്തിട്ട് കൂട്ടാനുണ്ടാക്കി കേട്ടോ. ഈ കൂട്ടാൻ ഇപ്പോൾ ചക്കക്കുരു പരിപ്പേ ഇട്ടില്ല, പരിപ്പിന് പകരം ഞാൻ ചക്കക്കുരു അരച്ചതാണേ ചേർത്തത്. എന്തെങ്കിലും വ്യത്യാസം കാണുമ്പോൾ തോന്നുമോ? ടേസ്റ്റിന് ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. നല്ല കൊഴുപ്പും ഉണ്ടാവുകയെ കൂട്ടാൻ. ഇത് പുളിങ്കറിയാണ്, കുമ്പളങ്ങേൻ്റെ പുളിങ്കറിയാട്ടോ. നല്ല കൊഴുപ്പില്ലേ. പരിപ്പിന് പകരം ചക്കക്കുരു ഇട്ടിട്ട് ഒരു പ്രാവശ്യം ഒന്ന് ഇതേപോലെ നല്ലോണം അരച്ചാൽ മതി. അപ്പം നമുക്ക് അറിയുകയില്ല. അങ്ങനെ അരച്ചപ്പോൾ എൻ്റെ ചെറിയ മിക്സീൻ്റെ ജാറ് കേടായിട്ടുണ്ടേ. അപ്പം ഞാൻ പറയുകയാണ്, നിങ്ങൾ അരയ്ക്കുമ്പോൾ വലിയ മിക്സീൻ്റെ ജാറിലിട്ട് അരച്ചോട്ടോ. ഇതെന്തോ പറ്റി, അത് അരയുന്നില്ല. അപ്പം ഇനി അത് കേടായി, അത് ഉറപ്പിച്ച് അത് കേടായി. നമുക്ക് ഇനി അത് നന്നാക്കാൻ കൊടുക്കേണ്ടി വരുവേ. അത് കൂട്ടാൻ വേണ്ടിയിട്ട് ചക്കക്കുരു അരച്ചു എന്ന് പറഞ്ഞില്ലേ, അപ്പോഴേ അതിനെന്തോ ഒരു സൗണ്ട് വ്യത്യാസം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ ചക്കക്കുരു ഇങ്ങനെ വട്ടം കറങ്ങി കളിക്കുകയാണ് ചെയ്യുക. വെള്ളമില്ലാതെ ആട്ടോ അരച്ചെടുക്കുന്നത്. ഇതിപ്പോൾ കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഈ മിക്സീൻ്റെ ജാറ് കേടായതും ഇല്ല കേട്ടോ, ഭാഗ്യം. വെള്ളം ഇല്ലാതെ ഇങ്ങനെ ഒരു ഉരുണ്ട് കളിക്കുക ചെയ്യുക. അപ്പം അതെന്തോ പറ്റിയതാട്ടോ. അത് കണ്ടോ, ഒരു ഉണ്ട പോലെയാണ് ഉണ്ടാവുക, മറ്റേ ചപ്പാത്തീൻ്റെ ഒക്കെ മാവ് പോലെ. ഇത് നമുക്കൊന്ന് ഉടച്ചിട്ട് ഇനി നമുക്കിതിലേക്ക് ഉള്ളി, പച്ചമുളക് ഇല്ലാത്തതുകൊണ്ട് പച്ചമുളകിന് പകരം ചുമന്ന മുളക്, ചുമന്നതായതാണ്, കുറച്ച് കരിവേപ്പില ഇട്ടിട്ടുണ്ട്. മല്ലിയിലയും വേണമെങ്കിൽ ചെറുതാക്കി മുറിച്ചിട്ട് ഇടാം കേട്ടോ. ഇതൊന്നും എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു, മല്ലിയില എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു. നമ്മൾ ചക്കക്കുരു വെള്ളം ചേർക്കാതെ അരച്ചതുകൊണ്ട് തന്നെ ആദ്യം ഇതൊക്കെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. കുറച്ച് പണിയാണ്. കുറച്ച് വെള്ളം കൂട്ടി അരച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര പണി ഉണ്ടാവില്ല. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണേ. അത് കഴിഞ്ഞാൽ ഉപ്പ് ലേശം കുറച്ചിട്ടാൽ മതി കേട്ടോ. പാകത്തിൽ നിന്നും കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ലേശം മുളക് പൊടി. നമ്മളെ മുളകിന് അത്ര എരിവൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് ഇത് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴയ്ക്കാം കേട്ടോ. അധികം വെള്ളമാക്കരുത്, കുറേശ്ശെ വെള്ളമാക്കിയിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സായി എന്ന് തോന്നണം. ഇതിപ്പോൾ ഇങ്ങനെ പാത്രത്തിലൊന്നും പിടിക്കാതെ ഉരുണ്ടുരുണ്ട് കളിക്കുകയാണ് ചെയ്യുക. അങ്ങനെയല്ല, അതെല്ലാം കൂടി ഒന്ന് മിക്സായി നമുക്ക് ഉരുട്ടിയൊക്കെ എടുക്കാൻ പറ്റണം. എന്നിട്ട് ആയിട്ടില്ല കേട്ടോ, ഇതിലേക്ക് ഇനി ചേർക്കാനുണ്ട്. ആദ്യം നമുക്കിതൊന്ന് നല്ലോണം മിക്സ് ആക്കിയിട്ട് വരാം. ആ ഒരു ഗ്ലാസ്സിന് ഞാൻ 1/2 ഗ്ലാസ് വെള്ളമായിരുന്നു എടുത്ത് വെച്ചത്. അപ്പോൾ അത് മുഴുവൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേശ്ശെ ഒഴിച്ചിട്ടാണ്, ഒന്നാകെ ഒഴിച്ചിട്ടില്ല, പിന്നെ പായസം പോലെ പോവും. അതുകൊണ്ട് നോക്കി ചെയ്താൽ മതിയേ. ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് കുറച്ച് നല്ലോണം ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അതും കുറഞ്ഞു കിട്ടും കേട്ടോ. ചിലപ്പോൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇത് അരിപ്പൊടിയാണ്, മൈദയോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇത് അരിപ്പൊടിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് അത് പൊട്ടിപ്പോവില്ലേന്ന്. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഉണ്ടാക്കിയിട്ട് ലൈവായിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. ഒരു സ്ക്രീന് മാറ്റുന്നേ ഇല്ല. അപ്പോൾ പൊട്ടുന്നുണ്ടോ എന്താന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. നല്ലോണം കുഴച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ മതി കേട്ടോ. ഇനി വെള്ളമാക്കണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു ഇങ്ങനെ ഇപ്പോൾ പാത്രത്തിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. ഇങ്ങനെ ഉരുട്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നടുക്കൊരു ഓട്ടയിട്ടിട്ട് വട പോലെ ആക്കിയെടുക്കുക. അല്ലെങ്കിൽ ഈ കൈയൊന്ന് കഴുകിയിട്ട് വരട്ടെ. ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ വടയാക്കാം. വടയാക്കാൻ എനിക്ക് കിട്ടുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയിട്ട് ഒന്ന് അമർത്തിയിട്ട് സാധാരണ പരിപ്പ് വടയില്ലേ അതുപോലെയും ആക്കാം കേട്ടോ. ഞാനിതിൽ ചെറിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്താന്ന് പറഞ്ഞുതരാം. ഈ ഉള്ളിയില്ലേ ഇത്ര വലുതാക്കി മുറിക്കരുതായിരുന്നു. നല്ല നേരിയതായിട്ട് ഏറ്റവും ചെറുതാക്കിയിട്ട് മുറിക്കണേ. നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ ഉള്ളി തീരെ ചെറുതാക്കണം കേട്ടോ. ഞാൻ നല്ല വലിപ്പത്തിലായിപ്പോയി. അതുകൊണ്ട് ഉള്ളി ഇങ്ങനെ മേലേക്കൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയിലാട്ടോ ചെയ്യുന്നത്. കുഞ്ഞി പാത്രമാണ്, അതുകൊണ്ട് തന്നെ ഒരു കോയിൻ്റെ വലിപ്പത്തിലുള്ള വടയാട്ടോ ഉണ്ടാക്കുന്നത്.
അങ്ങനെ ചെറുതാക്കി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് വേറൊരു സ്വാദാണേ. വലിയതാക്കി ഉണ്ടാക്കുന്നതിനേക്കാളും വലുതാണെങ്കിൽ ഈ ഒരു 4-5 ഒരുമിച്ചാക്കിയിട്ട് ഒറ്റയൊരു പ്രാവശ്യം ഇടാനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ചെറുതാക്കിയതാട്ടോ. ഇതിപ്പോൾ ഒരു 5 ഇട്ടിട്ടുണ്ട്. നടുക്ക് ഒന്നും കൂടി ഇടാൻ തോന്നുന്നുണ്ടേ. ഇട്ട പാടെ ഇളക്കി കൊടുക്കാതെ ഇട്ടിട്ട് ഒരു കുറച്ച് നേരം ഒരു 30-40 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നടുക്ക് പിടിക്കൂല കേട്ടോ. നമുക്ക് ഒരെണ്ണം ഓരോ ഓട്ടയാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നടുക്ക് കൃത്യം ഒരു പൂ പോലെ ആക്കി വെച്ചിട്ടുണ്ടേ. അത് കണ്ടോ, ഒരു 30 സെക്കൻഡ് കഴിഞ്ഞിട്ടൊന്ന് മറച്ചിട്ടാൽ മതിയേ. ഇത് ഇത്ര പെട്ടെന്നൊന്നും ആവൂല. മറച്ചിടുക എന്ന് വെച്ചാൽ ഞാൻ ചെറിയ തീയിലാട്ടോ വെച്ചത്. കുറച്ച് നേരം വെച്ചാൽ ഇത് നല്ലോണം ഉള്ളൊക്കെ വേവണ്ടേ. അപ്പോൾ ലേശം നേരം ചെറിയതാക്കി സ്ലിം ആക്കി ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ചെറുതായി വരും. അപ്പോൾ നമുക്ക് അതിൽ സ്ഥലം പിന്നെയും വരുവേ. അപ്പോൾ ഞാൻ ഒന്നും കൂടി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ലേശം കഴിഞ്ഞിട്ട് മാറ്റിയാൽ മതി. നമ്മൾ ആദ്യം ഇട്ടത് ഇങ്ങോട്ട് വാരാട്ടോ. വാരാനായിട്ടുണ്ടേ. ഇപ്പോൾ ഒരു നല്ല മണം വരും. അങ്ങനെയൊന്നും പറയുന്നില്ല കേട്ടോ, അങ്ങനെ മണമൊന്നുമില്ല. ഇത് കോരിയിട്ടുണ്ട് കേട്ടോ. കഴിച്ചു നോക്കണം. ഇത് കഴിച്ച് എനിക്ക് കുറേ എണ്ണം വെച്ചിട്ട് കാണിച്ചു തരാൻ പോലും പറ്റുന്നില്ല. ചൂടോടെ ഇത് ഇവിടെ തീർന്നു പോവുകയാണേ. ആ ഒന്നിനെ നമുക്ക് ലേശം കഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ. അതാവുന്നേ ഉള്ളൂ. അപ്പം ഇത് ഒന്നും കൂടി ഒഴിച്ചിട്ട് ഞാനിത് കാണിച്ചു തരേ. കണ്ടോ, പൊട്ടിയിട്ടൊന്നും ഇല്ല കേട്ടോ. അടുത്തത് അടുപ്പത്ത് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇനി ഇത് കാണിച്ചു തരാം. എൻ്റെ ഉള്ളി വലിയ കഷ്ണാക്കി പോയി എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ഉള്ളി ഒന്നിങ്ങനെ കരിഞ്ഞ പോലെയുണ്ട്. അത്ര കരിയിക്കണ്ടായിരുന്നു. ഇത് കണ്ടോ, നല്ല ക്രിസ്പിയാണ്. കുഞ്ഞു ബാക്ക്ഗ്രൗണ്ടിൽ TV-യിൽ ഓരോ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് മ്യൂട്ടാക്കിയതാ കേട്ടോ. നല്ല കറും മുറും എന്നാണ് ഇതിൻ്റെ സൗണ്ട്. വായിൽ വെക്കാനും കഴിക്കാനും ഒക്കെ ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളിത് ചോറിൻ്റെ കൂടെയൊക്കെ വേണേൽ കഴിക്കാം, ചായേൻ്റെ കൂടെ കഴിക്കാം. ഇതൊന്ന് ഉണ്ടാക്കി നോക്കട്ടോ. ഞാൻ ഒരു വീഡിയോയിലും പറയലില്ല എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേന്ന്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ആരും സബ്സ്ക്രൈബും ചെയ്യുന്നില്ല. എല്ലാവരും പുതിയ വ്യൂസൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ടല്ല, വേറെയും വീഡിയോ കണ്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതാ രണ്ടാമത്തത് ഞാൻ അത്ര കരിയാതെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ കാണിക്കുകയുള്ളൂ. അപ്പോഴത്തേക്ക് ചൂടോടെ നമ്മൾ കഴിച്ചു പോവേ. അത് കഴിച്ചിട്ടുണ്ട്. ഇതാവാനുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി മാവുണ്ടേ. കുറച്ച് ചെറിയ ഉണ്ടയല്ലേ ആക്കുന്നേ, അതുകൊണ്ട് മാവ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പിന്നെയും കഴിച്ചു പോയിട്ടുണ്ട്. ഇത് കഴിക്കുന്ന കേട്ടോ, ഞാൻ എടുത്ത് മാറ്റുന്നൊന്നുമല്ല. ഇത് പൊട്ടിപ്പോവോ ഒന്നുമില്ല. നിങ്ങൾ മൈദയൊന്നും ചേർക്കണമെന്നില്ല, കടലമാവ് ചേർക്കണമെന്നില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. നമുക്ക് ഇനി ഇത്രയും കൂടി ഉണ്ടാക്കാനും ഉണ്ട് കേട്ടോ. ഒന്ന് പറ്റുകയാണെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ.